നമസ്കാരം. ലോക ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യം ഭാഷക്കുണ്ട്. ഭാഷ എന്ന് പറയുമ്പോൾ അറബി ഭാഷയ്ക്ക് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രാധാന്യമുണ്ട്. യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ UN അംഗീകരിച്ച ഭാഷകളിൽ അറബി ഭാഷയുടെ സ്വാധീനം എത്രത്തോളമാണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് 25 കോടിയിലധികം ജനങ്ങൾ ഈ അറബി ഭാഷ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ലോക ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തുല്യതയില്ലാത്ത ഒരു സമരമായിട്ട് നമുക്ക് അറബി ഭാഷ സമരത്തെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കുന്നത് വണ്ടൂർ നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ്, മുസ്ലിം നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് ഖാലിദ് മാസ്റ്ററാണ്. ഭാഷാ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് തൻ്റെ അനുഭവങ്ങൾ നമ്മളോട് സംവദിക്കുകയാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് മലബാറൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അറബി ഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നൊരു സ്ഥലമാണ്. അതായത് നമ്മുടെ പൂർവിക ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട് അറബികൾക്ക് വലിയ ബന്ധമുണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്നു മുതലേ അറബി ഭാഷയും ഇവിടെ വലിയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ പള്ളി ദർസുകളിൽ അതുപോലെ ഓത്തുപള്ളികളിലൊക്കെ അറബി ഭാഷ വളരെ വലിയ രീതിയിൽ പഠിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള മാഷിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് പങ്കുവെക്കുമോ? അറബി ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ലോക ഭാഷകളിൽ അറിയപ്പെടുന്നതും ലോകത്തിലെ കുറേയേറെ രാജ്യങ്ങളിൽ സംസാര ഭാഷയും ഔദ്യോഗിക ഭാഷയുമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു ഭാഷയാണ് അറബി. ഒരു പക്ഷേ യൂറോപ്യന്മാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് അറബികളുമായുമൊക്കെ നമ്മുടെ കേരളത്തിന് കച്ചവട ബന്ധം നിലവിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഉള്ള അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അറബികൾ കൊടുങ്ങല്ലൂർ, കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ കച്ചവടത്തിന് വേണ്ടി വരികയും ദീർഘകാലം ഈ തീരപ്രദേശങ്ങളിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നും കിട്ടിയ ഒരു വലിയ സമ്പത്താണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് നേടിയെടുത്തതാണ് നമ്മുടെ കേരളത്തിലെ ഒരു മുസ്ലിം പൊതുസമൂഹം എന്ന് പറയുന്നത്. അവരാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ രീതിയിലുള്ള ഒരു മുസ്ലിം സമൂഹത്തിന് അടിത്തറ പാകിയത്. അതുകൊണ്ട് തന്നെ അന്ന് കാലത്ത് നമ്മുടെ മതപരമായ കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് പരിശുദ്ധമായ ഖുർആൻ എഴുതപ്പെട്ട ഭാഷയാണ്. നമുക്ക് നമസ്കാരം അതുപോലെ മറ്റ് കാര്യങ്ങളിലൊക്കെ അറബി അറിയൽ വളരെ നിർബന്ധമായ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ നൂറുകണക്കിന് പള്ളി ദർസുകളിലും മദ്രസകളിലുമൊക്കെ, പോരാത്തതിന് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തന്നെ കേരളത്തിൽ പിന്നെ ഇന്നത്തെ പോലെ ഇല്ലെങ്കിലും കുറേ വിദ്യാലയങ്ങളിൽ അന്ന് അറബി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവരറിയപ്പെട്ടിരുന്നത് അറബി പണ്ഡിതന്മാർ അല്ലെങ്കിൽ അറബി മുൻഷിമാർ എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പക്ഷെ അത് വളരെ പരിമിതമായ രീതിയിലായിരുന്നു. ഒരു പരിമിതമായ അംഗസംഖ്യ മാത്രമേ ഈ അറബി പഠിപ്പിക്കാൻ സർക്കാർ സ്കൂളുകളിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഇത്തരം ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. 1967 CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഈ അറബി ഭാഷ അതിൻ്റെ പ്രചരണത്തിനു വേണ്ടി അറബി ഭാഷയുടെ പഠനം കൂടുതൽ പ്രചരിപ്പിക്കുന്നതിനായി നമ്മുടെ സംസ്ഥാനത്തെ എയ്ഡഡ് മേഖലയിലും ഗവൺമെൻറ് സ്കൂളുകളിലും ധാരാളം അറബി അധ്യാപകന്മാരെ നിയമിച്ചു. അത് CHൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് കേരളത്തിലെ അറബി അധ്യാപകന്മാരുടെ ഒരു സുവർണ കാലഘട്ടമാണ്. അപ്പോൾ അതിനെതിരായിട്ട് അന്ന് വ്യാപകമായി അസംബ്ലിയിലൊക്കെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അന്ന് CPMൻ്റെ ഒരു MLA അസംബ്ലിയിൽ പറഞ്ഞത്, ഞാനിപ്പോൾ റോട്ടിലിറങ്ങി നോക്കുമ്പോൾ കുട നന്നാക്കുന്ന ആളുകളൊന്നും കാണാനില്ല, അവരൊക്കെയാണ് ഇപ്പോൾ അറബി മാഷന്മാരായി അറബി അധ്യാപകന്മാരായി CH നിയമിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഇതിനോടനുബന്ധിച്ച് 1980
ആണ് ഭാഷാ സമരം ഉണ്ടായത്. ഭാഷാ സമരം അന്ന് EMS പിന്നെ EK നായനാരാണെന്ന് മുഖ്യമന്ത്രിയായിരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി MA ബേബിയാണോ സംശയമുണ്ട് എനിക്ക്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കാലത്ത് അറബി ഭാഷ പഠിപ്പിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അതിലൊന്നാണ് അക്കോമഡേഷൻ, രണ്ടാമത്തേത് ഡിക്ലറേഷൻ, മൂന്നാമത്തേത് ക്വാളിഫിക്കേഷൻ. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ വലിയ വിശദമായി പറയുന്നില്ല. സ്കൂളുകളിൽ അറബി അധ്യാപകന്മാരെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായ സാധാരണ ക്ലാസ് മുറികളിൽ കൂടാതെ അഡീഷണൽ ആയിട്ട് ക്ലാസ് മുറികൾ വേണം. അതുപോലെ തന്നെ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികളെ സ്കൂളുകളിൽ ചേർക്കുമ്പോൾ സാധാരണ ഒരു ഡിക്ലറേഷൻ രക്ഷിതാക്കൾ കൊടുക്കാറുണ്ട്. ഇതിൽ എൻ്റെ കുട്ടിയെ അറബി പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമാണ് എന്ന് പറഞ്ഞ ഒരു ഡിക്ലറേഷൻ കൂടി ഈ രക്ഷിതാവ് കൊടുക്കണം. മൂന്നാമത്തത് ക്വാളിഫിക്കേഷൻ. അന്ന് നിലവിലുണ്ടായിരുന്ന ക്വാളിഫിക്കേഷൻ പോരാ, കുറേ കൂടി ക്വാളിഫിക്കേഷൻ വേണം എന്ന് പറയുന്ന നിയമമാണ് കൊണ്ടുവന്നത്. സ്വാഭാവികമായി ഇത് കൊണ്ടുവരുമ്പോൾ അക്കോമഡേഷനൊക്കെ സ്കൂളുകളിൽ കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ്. അതുപോലെ തന്നെ അന്നത്തെ സാഹചര്യത്തിൽ ഡിക്ലറേഷൻ കൊടുക്കാൻ രക്ഷാക്കന്മാർ പല കാര്യങ്ങളിലും അത് തയ്യാറാകാത്തൊരു കാലം. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് മാറ്റപ്പെടാവുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ ഇതിനെതിരായി അറബി അധ്യാപകന്മാർ സമരമുഖത്തേക്ക് വന്നു. സമരത്തിന് വന്നപ്പോൾ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH പറഞ്ഞു, നിങ്ങൾ അധ്യാപകന്മാർ ഇതിനു വേണ്ടി സമരം ചെയ്യേണ്ട, നിങ്ങൾ സ്കൂളുകളിലേക്ക് മടങ്ങിപ്പോയിക്കോ, ഇതിൻ്റെ ഉത്തരവാദിത്വം സമരം മറ്റു കാര്യങ്ങൾ മുസ്ലിം ലീഗ് യൂത്ത് ലീഗും ഏറ്റെടുക്കും എന്നാണ് CH അന്ന് സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടന്ന ഒരു വലിയ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള 14 ജില്ലകളിലും സെക്രട്ടേറിയറ്റുകൾക്ക് മുമ്പിൽ ഈ 1980 ജൂലൈ 30 എല്ലാ സെക്രട്ടേറിയറ്റിന് മുമ്പിലും സമരം നടത്താൻ, അറസ്റ്റ് വരിക്കാനും മുസ്ലിം യൂത്ത് ലീഗ് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ ഇന്ന് മലപ്പുറം ഗവൺമെൻറ് കോളേജ് സ്ഥിതി ചെയ്യുന്ന അതായിരുന്നു അന്നത്തെ മലപ്പുറം കലക്ട്രേറ്റ്. അപ്പോൾ അത് പിക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒരു 15,000-ഓളം ആളുകളെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. പക്ഷെ അതിലും കൂടുതൽ ജനങ്ങൾ പങ്കെടുത്തു. റമദാനിലാണ്. റമദാൻ 17. അപ്പോൾ ഞാനന്ന് നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. കാളികാവ് ഇന്ന് കാണുന്ന പോലെ അന്ന് ഈ ചോക്കാട് കാളികാവ് പഞ്ചായത്ത് ഒരു പഞ്ചായത്തായിരുന്നു. 2000-ലാണ് ഇത് ചോക്കാട് പഞ്ചായത്ത് ആയി വരുന്നത്. അപ്പം അന്ന് ഇന്നത്തെ പോലെ തന്നെ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ മുസ്ലിം യൂത്ത് ലീഗും ഒക്കെ ഇന്നത്തെ പോലെ തന്നെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ നിന്നും അതുകൊണ്ട് പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഒരു ലോറി, അന്ന് ബസ് ഒന്നും ഇങ്ങനെ ഒരു ലോറി, കാളിയാവിൽ ഒരാളെ ലോറി നമ്മൾ സംഘടിപ്പിച്ച് കാളിയാവ് അങ്ങാടിയിലെ പള്ളിയിൽ വെച്ചാണ് ഞങ്ങളൊക്കെ അന്ന് നോറ്റ് പള്ളിയിൽ വെച്ച് ബാങ്ക് കൊടുക്കുന്ന സമയം കാളിയാവ് അങ്ങാടിയിൽ വണ്ടി നിർത്തി അവിടെ നിന്ന് എല്ലാവരും പോയി ഇറങ്ങി നിസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് പുറപ്പെടുന്നത്. അങ്ങനെ നേരത്തെ എത്തി ഈ സമരപരിപാടിയിൽ പങ്കെടുക്കാനുള്ള ആളുകളൊക്കെ വരിയായി നിന്ന് അന്ന് ആദ്യം തന്നെ നമ്മളുള്ള നിർദ്ദേശം എന്താ വെച്ചാൽ ഒരായുധവും യൂത്ത് ലീഗിൻ്റെ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ കൊണ്ടുവരാൻ പാടില്ല. ഉദാഹരണമായി പറഞ്ഞത് ഒരു തീപ്പെട്ടി കോല് പോലും, റമദാൻ മാസമല്ലേ, ഒരു തീപ്പെട്ടിയുടെ ഒരു കോല് പോലും കമ്പ് പോലും ആരുടെ കയ്യിലുണ്ടാകാൻ പാടില്ല എന്നാണ് നിർദ്ദേശം. പക്ഷെ അന്ന് നമ്മളിപ്പോ കാളികാവിന്ന് പോയി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇവിടുന്ന് പോകുമ്പോ എത്ര ആളുകൾ നമ്മൾ ഇവിടുന്ന് പോയിട്ട് ഏകദേശം ആ വണ്ടിയിൽ മാത്രം ഏകദേശം 50-ൽ പരം ആളുകൾ, ആ വണ്ടിയിൽ മാത്രം 50-ൽ പരം ആളുകളുണ്ട്. അത് കൂടാതെ വേറെയും വാഹനങ്ങൾ വന്നിട്ടുണ്ട്. ഈ ചോക്കാട് കാളിയാവ് പഞ്ചായത്തിൽ നിന്ന് മാത്രം ഏകദേശം ഒരു 70-80 ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ പോയി സെക്രട്ടേറിയറ്റ് മുന്നിൽ ഞങ്ങൾ വരിയായി നിന്നു.
ആരെയും ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാത്ത രീതിയിൽ ഉണ്ടായി. അവരൊന്നും വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല. ഈ സമരം ഇങ്ങനെ നീണ്ടുപോയപ്പോൾ പിന്നെ അന്ന് പിന്നെ വാസുദേവൻ എന്ന് പറയുന്ന ഒരാളാണ് പെരിന്തൽമണ്ണ DYSP. അപ്പോൾ അയാൾ പിന്നെ വന്നു. അയാളുടെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി അയാൾ ആവശ്യപ്പെട്ട് അതിന് ശ്രമിച്ചു. അതിന് നമ്മളെ പ്രവർത്തകന്മാർ സമ്മതിച്ചില്ല. പിന്നെ ഉണ്ടാകുന്നത് നമ്മൾ പിന്നെ അവിടെ ഒരു ബഹളം ആരംഭിക്കുകയാണ്. ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും ഒക്കെ ഉണ്ടായി. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഈ ബുള്ളറ്റിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നത്. വലിയ റേഞ്ചിലെ ബുള്ളറ്റാണല്ലോ പോലീസുകാരുടെ കയ്യിൽ ഏറ്റവും, അതാണ് അവരുടെ കയ്യിലുള്ളത്. മുന്നറിയിപ്പൊന്നുമില്ല. സാധാരണ രീതിയിൽ പിന്നെ അനൗൺസ്മെന്റ് നടത്തണം, എഴുതി കാണിക്കണം, ആകാശത്തേക്ക് വെടിവെക്കണം. ഇതൊക്കെ കഴിഞ്ഞാണ് ഇത് അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായില്ല. പോലീസ് പിന്നെ നിഷ്കരുണം വെടിവെച്ചു. ഒരു പ്രകോപനവുമില്ല. സമരക്കാർ ഗേറ്റിൻ്റെ അകത്തേക്ക് കയറിയിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നല്ല ഒരു പ്രകോപനമില്ലാതെയാണ് സംഭവം ഉണ്ടായത്. അങ്ങനെ ഒരു യുദ്ധക്കളായി മാറി. ആളുകൾ നാനാ ഭാഗത്തേക്കും നാനാ വഴികളിലൂടെ ആളുകൾ ഓടി കുറേ ശാന്തമായതിനു ശേഷം കുറേ ആളുകൾ തിരിച്ചു വരുമ്പോൾ അവനവൻ്റെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളെ കാണാനില്ല. അപ്പം അന്ന് അതിനോടനുബന്ധിച്ച് വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതൊന്നും ഇപ്പം നമ്മൾ പറയണ്ട. ഏതായാലും അങ്ങനെ ശാന്തമായതിനു ശേഷം നമ്മളെ കൂട്ടത്തിൽ വന്ന ഒരാളെ കാണാനില്ല. അതുപോലെ അപ്പോൾ ഞങ്ങൾ കാണാതായ ആളുകളെ തിരഞ്ഞ് ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അന്ന് മജീദ് സാഹിബ് അന്ന് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പിന്നെ എൻ്റെ മഞ്ചേരി വെച്ച് കണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ആൾ വെടിയേറ്റിട്ട് മഞ്ചേരി ആശുപത്രിയിൽ മോർച്ചറിയിലുണ്ട്, കണ്ടിട്ടും കേട്ടിട്ടും അത് കാളികാവുകാരനാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ തന്നെ ഷർട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആളെ മനസ്സിലായി. പിന്നെ അന്ന് അവിടെ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഒരു പോലീസുകാരനും ആ സംഘടനത്തിൽ മരിച്ചു. അത് യൂത്ത് ലീഗുകാരെ ആണ് അതിൻ്റെ ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം ഈ പോലീസുകാരൻ മരിച്ചത് ഹൃദയസ്തംഭനം മൂലമാണെന്നാണ് പിന്നെ റിപ്പോർട്ട് വന്നത്. പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് പോയി. ആ പോസ്റ്റ്മോർട്ടത്തിന് ഈ പോലീസുകാരൻ്റെയും മരിച്ച കുഞ്ഞിപ്പാൻ്റെയും രണ്ടാളെ ശരീരങ്ങൾ ഒരു വണ്ടിയിലാണ് ഉള്ളത്. ഞാനും കൂട്ടത്തിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. പിന്നെ ഞങ്ങൾ പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുമ്പോൾ പിറ്റേന്ന് മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുകയാണ് ഈ ബോഡിയും കൊണ്ട് ഞങ്ങൾ വരുന്നത്. അപ്പോൾ കുടുംബം അത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബമൊന്നുമല്ല. ഒരു ജ്യേഷ്ഠനും ആൺമക്കളും പെൺമക്കളും ഒക്കെ അടങ്ങിയ ഒരു വലിയ കുടുംബമാണ്. അപ്പോൾ നമുക്ക് അതിലുള്ള ഒരു വെച്ചാൽ ലോകത്തിൽ ഒരു ഭാഷയ്ക്ക് വേണ്ടി ഒരു സമരം മുമ്പ് നടന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. കേരളം എന്ന് പറയുന്നത് അറബി ഭാഷ സംസാരിക്കുന്ന ഒരു സംസ്ഥാനം. പ്രത്യേകിച്ച് അറബി ഭാഷ. ഇപ്പോൾ തമിഴന്മാരൊക്കെ ചില പരിപാടികളൊക്കെ തമിഴിന് വേണ്ടി നടത്തുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഭാഷ ഔദ്യോഗിക ഭാഷ അറബി അല്ല. അറബി ഭാഷയ്ക്ക് വേണ്ടി ഒരു ലോകത്ത് ആദ്യമായി ഒരു സമരം ഉണ്ടാകുകയും ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ 48-ന് ശേഷം ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു സമരത്തിൽ വെടിവെപ്പുണ്ടായി 3 ആളുകൾ മരണപ്പെടുകയും 100 കണക്കിന് ആളുകൾക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്ത ഒരു സംഭവം ലീഗിൻ്റെ ചരിത്രത്തിൽ അതിന് മുമ്പുണ്ടായിട്ടില്ല, അതിന് പിമ്പുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ അന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അവരെ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി ബാപ്പു ഹാജിയുടെ നേതൃത്വത്തിൽ ശിഹാബ് തങ്ങളും പാർട്ടിയുമൊക്കെ പ്രയത്നിച്ചു. അവരെ കുടുംബത്തിന് കൃത്യമായി അതെനിക്കറിയാനല്ല, ഒരു വീടും 3 ഏക്കറോ മറ്റോ അടങ്ങുന്ന 1 or 2 ഏക്കർ, അത് കൃത്യമായിട്ട് ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല, അത്രയും സ്ഥലങ്ങളും നമ്മളിവിടെ ഈ കേളുനായർപ്പടിയിൽ നമ്മൾ വാങ്ങിക്കൊടുത്തു. ഇന്നും പിന്നെ കുഞ്ഞിപ്പയുടെ മൂത്ത ജ്യേഷ്ഠൻ കുഞ്ഞാണി
കുഞ്ഞാണി കുടുംബമൊക്കെയാണെന്ന് അവിടെ താമസിക്കുന്നത്. കുടുംബത്തിൻ്റെ പിന്നെ ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യ അന്ന് കല്യാണം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ തോന്നുന്നു. ഭാര്യയെ പിന്നെ ഈ കുഞ്ഞിപ്പയുടെ അനുജൻ മൂസ കല്യാണം കഴിച്ചു. അതാണ് അങ്ങനെയാണ് കുടുംബം. ഈ അറബി ഭാഷ എന്നല്ല, ഭാഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമുക്ക് എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങുകയാണെങ്കിലും ഭാഷ എന്നുള്ളത് ഒരു പ്രൈമറി സോഴ്സ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇന്നുള്ള ഈ പുതിയ തലമുറക്ക് ഭാഷയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ട് മാഷിന് എന്താണ് പറയാനുള്ളത്? ഭാഷ പിന്നെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ലോകാരംഭം മുതൽ തന്നെ മനുഷ്യന് ഭാഷകളുണ്ടായിരുന്നു. പല ഭാഷകൾക്കും ലിപിയില്ല, പലതും സംസാര ഭാഷയായിരുന്നു. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ സംസാരിക്കുന്ന ഭാഷയുണ്ട്, അതുപോലെ തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രം സംസാരിക്കുന്ന ഭാഷയുണ്ട് ലോകത്തുണ്ട്. അപ്പോൾ ഈ ഭാഷകളൊക്കെ മനുഷ്യന് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ വിനിമയം നടത്താനുള്ള ഒരു മീഡിയ ആണല്ലോ, മാധ്യമമാണ്. അപ്പോൾ ഭാഷകളെക്കുറിച്ച് കൂട്ടത്തിൽ പറയുമ്പോൾ അറബി ഭാഷയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് പിന്നെ ലോകത്തിലെ ഏറ്റവും പുരാതനമായൊരു ഭാഷയാണ് അറബി ഭാഷ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിന്നെ ഏറ്റവും പുരാതനമായൊരു ഭാഷയാണ്. അത് അന്നത്തെക്കാളും പ്രൗഢിയോടുകൂടി ഇന്നും നിലനിൽക്കുന്നു. അതുപോലെ പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം ഇത് അവരുടെ മതപരമായ പരിശുദ്ധമായ ഗ്രന്ഥം എഴുതപ്പെട്ട ഭാഷയാണ്. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ലോകാവസാനം വരെ ഞാൻ നിലനിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അറബി ഭാഷ ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ ധാരാളം പഠിക്കുന്നത് കൊണ്ട് അവർക്ക് വിദേശങ്ങളിൽ ജോലി സാധ്യത ഉണ്ട്. കൂടുതലായി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി സാധ്യത കൂടുതലുള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ. പിന്നെ മുസ്ലിങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഭാഷ പ്രചരിച്ചു കൊണ്ടേയിരിക്കും അല്ലേ? അതെ, പ്രചരിക്കും. പിന്നെ അപ്പോൾ നമ്മളെ ഈ കാളികാവ് എന്ന മേഖലയിൽ ഭാഷാ സമരത്തിൽ പങ്കെടുത്ത് ഷഹീദായ ഒരാളാണ് കുഞ്ഞിപ്പ എന്നുള്ളത്. അപ്പോൾ ഈ കുഞ്ഞിപ്പയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടോ? അദ്ദേഹത്തിൻ്റെ സ്മരണ എങ്ങനെയാണ് നിലനിർത്തി പോകുന്നത്? നമ്മൾ എല്ലാ പിന്നെ നോമ്പ് 17-ന് നമ്മൾ ഒരു 4-5 നിയോജകം, അവരുടെ 3 ആളുകൾ മലപ്പുറം ജില്ലയിൽ ഇതോടനുബന്ധിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞിപ്പയുടെ കബറിടത്തിൽ എല്ലാ റമദാൻ 17-നും ദൂർ നമസ്കാരത്തിന് ശേഷം നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ, മഞ്ചേരി ഇങ്ങനെ 3-4 നിയോജക മണ്ഡലങ്ങളിലെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ വന്ന് ഖബർ സിയാറത്ത് നടത്തും. പിന്നെ ജൂലൈ 30-ാം തീയതി അനുസ്മരണ സമ്മേളനങ്ങളും അതിനോടനുബന്ധിച്ചുള്ള പൊതുപരിപാടികൾ, രക്തദാനം ചെയ്യൽ, അതുപോലെ ആശുപത്രികൾ ശുചീകരണം, പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക തുടങ്ങിയ പരിപാടികൾ നമ്മൾ നടത്താറുണ്ട്. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ നിലവിൽ അറബി ഭാഷ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ എല്ലാ സ്കൂളുകളിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇപ്പോൾ ഈ ഭാഷാ സമരമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഭാഷാ സമരം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ CH ഇത്രയധികം അറബിക് ടീച്ചേഴ്സിനെ നിയമിച്ചു. മറ്റ് അധ്യാപകന്മാരെ പോലെ തന്നെ ശമ്പളവും മറ്റു കാര്യങ്ങളും ഇവർ കൊടുത്തു തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടും അതുപോലെ തന്നെ അറബി ഭാഷ പിന്നോടുള്ള പ്രാധാന്യം കണക്കിലാക്കിയുമാണ് പിന്നെ സ്കൂളുകളിലൊക്കെ ഇന്ന് ഈ കുട്ടികൾ പഠിക്കുന്ന കൂട്ടത്തിൽ 99.9% അറബി ഭാഷ പഠിക്കുന്നത് മുസ്ലിം കുട്ടികളാണ്. അന്ന് ഇപ്പോൾ അറബി ഭാഷ മാത്രമല്ലല്ലോ, പിന്നെ ഹിന്ദി, ഉറുദു, സംസ്കൃതം ഭാഷകൾ ഉണ്ടായിരുന്നു. ഈ 2 ഭാഷകളും ഈ കൂട്ടത്തിൽ അവർ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു പിന്നെ സമരം അല്ലെങ്കിൽ ഇങ്ങനെയൊരു മുന്നേറ്റം നടന്നിട്ടില്ല എങ്കിൽ ഇന്നിപ്പോൾ അന്ന് ഇവർ വെച്ച ഈ 3 നിയമങ്ങൾ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഈ ഇത്രയധികം അധ്യാപകന്മാരെ നിയമിക്കാനും ഇത്രയധികം കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടുക. ഇന്ന് നമ്മൾ സംസാരിച്ചത് ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമായി സംഭവിച്ചിട്ടുള്ള വിസ്മരിക്കാൻ പറ്റാത്ത ഒരു പോരാട്ടത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ അറബി, ഉറുദു, സംസ്കൃതം ഭാഷകൾ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ
രക്തം, ജീവൻ ബലിയർപ്പിച്ച ഒരു കൂട്ടം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഭാഷാ സമരത്തിൽ പങ്കെടുത്ത് അതിന് സാക്ഷ്യം വഹിച്ച ഖാലിദ് മാസ്റ്ററോടൊപ്പമാണ് നമ്മളിന്ന് ഇത്രയും നേരം സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിച്ചത് ഒരു ഭാഷയുടെ മാത്രം കഥയല്ല, ഒരു തലമുറയുടെ അറബി ഭാഷ, അതുപോലെ ഉറുദു, സംസ്കൃത ഭാഷകൾ സംരക്ഷിക്കാൻ വേണ്ടി പോരാടിയ ഒരു കാലത്തിൻ്റെ കഥയാണ്. അതിൽ സാക്ഷിയായിട്ടുള്ള ഖാലിദ് മാഷോടൊപ്പമുള്ള സംസാരത്തിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്.